ഒരു വട്ടൻ അഥവാ ഭ്രാന്തൻ നിങ്ങളുടെ നേരെ ഒരു കത്രികയും കൊണ്ട് അല്ലെങ്കിൽ ഒരു കത്തിയും കൊണ്ട് ചാടിയാൽ എന്ത് ചെയ്യും? സാമാന്യ ബോധമുള്ളവരൊക്കെ ഒഴിഞ്ഞു മാറാൻ നോക്കും, എങ്ങനെയെങ്കിലും മാറി നിൽക്കാനായിട്ട് നോക്കും. കാരണം ആ കത്തിയെ അയാളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും ബന്ധുക്കളോ മിത്രങ്ങളോ ആരെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങണം, എന്നിട്ട് അയാളെ ശാന്തനാക്കണം, അതിനുശേഷം നമ്മൾ അയാളോട് സംസാരിക്കണം. ഇതാണ് ഒരു സാമാന്യ ബുദ്ധിമുള്ളവരൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യം ന്യൂയോർക്ക് സിറ്റി പോലീസിന് അറിഞ്ഞുകൂടെ? എനിക്ക് 2 സംഭവങ്ങളുണ്ടായതിൻ്റെ ഒരു അമർഷം എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് മായുന്നില്ല. വാസ്തവം പറഞ്ഞാൽ ഈ പോലീസ് ഈ പ്രാന്തന്മാർ, ആദ്യത്തെ സംഭവം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ബംഗ്ലാദേശി അമേരിക്കൻ പയ്യൻ വിൻ റൊസാരിയോ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം സംഭവിച്ചതാണ്. യവന് 19 വയസ്സ്. വട്ടളകിയിട്ട് അവൻ തന്നെയാണ് പോലീസിനെ വിളിക്കുന്നത്. പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വന്ന് 2 മിനിറ്റിനകം അവൻ്റെ കാറ്റ് തീർന്നു എന്നാണ്, അവനെ ശരിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ സംഭവം ഇത്രയേ ഉള്ളൂ. ഇവൻ പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു, ഇവന് മാനസികമായിട്ടുള്ള പ്രശ്നമാണ്, അവൻ ആകപ്പാടെ അസ്വസ്ഥനാണെന്ന് പറഞ്ഞാണ് പോലീസിനെ വിളിച്ചു വരുന്നത്. പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് വന്നപ്പോഴത്തേക്ക് ഈ വീട്ടിൽ കയറി, വീട്ടിൽ അവർ അനുവാദത്തോടെയാണ് കയറുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ വീട്ടുകാർ പറയുന്നു, ഈ വെടിവെക്കരുതെന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇവനൊരു കത്രിക എടുത്തുകൊണ്ട് പോലീസിൻ്റെ നേരെ ചാടുന്നു, ഒരു ഇത്തിരി പോകുന്നൊരു കത്രിക. ഉടനെ പോലീസ് വെടിവെച്ചു, അവൻ ചത്തു. 2 മിനിറ്റിനകം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കിട്ടി. അതേ ഒരു സംഭവം അവിടെ കൊണ്ട് അവസാനിച്ചു എന്നാണ് ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനെതിരെ സർക്കാർ തലത്തിൽ കാര്യമായ കേസൊന്നും ഉണ്ടായില്ല. ഇവർക്കെതിരെ സിവിൽ റൈറ്റ്സ് കേസൊന്നും ഉണ്ടായില്ല. പോലീസിനെതിരെ ഈ അറ്റോർണി ജനറൽ കേസെടുക്കുകയും ഉണ്ടായില്ല. അതിന് പുറമെ ഇവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടും പോലീസ് കമ്മീഷണർ കാര്യമായിട്ട് ആ പോലീസ് ഓഫീസർമാർക്കെതിരെ ഈ പോലീസ് കമ്മീഷണർ അവർക്കെതിരെ അച്ചടക്ക നടപടി, അവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാനോ ഒന്നും നടപടിയെടുക്കുകയുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം തീർന്നു. അതുകൊണ്ട് തീർന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത്. അതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് മേയറായിട്ട് മത്സരിക്കുമ്പോൾ മാംദാനി പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലീസല്ല ചെല്ലേണ്ടത്, അത് സൈക്കാട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും സാമൂഹ്യക്ഷേമ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും സോഷ്യൽ സർവീസ് അങ്ങനെയുള്ളവരാണ് ചെല്ലേണ്ടത്, പോലീസല്ല ഇടപെടേണ്ടത് എന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അല്ല, ആ നിലപാട് ആണ് ശരിയെന്നും അത് ക്രമേണ അങ്ങനെ ഒരു മാറ്റം വരുമെന്നുമാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിലും മറ്റൊരു മരണം, അതും മാംദാനി മേയറായതിന് ശേഷം ഉണ്ടായി എന്നുള്ളത് നമ്മളെ അലോസരപ്പെടുത്തുന്നു. അതും ക്യൂൻസിൽ തന്നെ ജബേസ് ചക്രവർത്തി എന്ന് പറഞ്ഞ ഒരു 22-കാരൻ, അവന് ശരിക്ക് സ്കിസോഫ്രേനിയാണ് കുറേ വർഷങ്ങളായിട്ട്. അപ്പം അയാൾ ഈ വീട്ടിലെ ഗ്ലാസും അതെല്ലാം തല്ലിപ്പൊട്ടിക്കുന്നു. അപ്പം വീട്ടുകാർ വിളിച്ചു, ഒരു EMS, ഒരു ആംബുലൻസ് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അക്രമകാരിയാണ്, ഇവനെ ചിലപ്പോൾ കീഴ്പ്പെടുത്തേണ്ടി വരും എന്നുകൂടി പറഞ്ഞു. അങ്ങനെ കീഴ്പ്പെടുത്തേണ്ടി വരും എന്ന് പറഞ്ഞു, അതായത് ബലപ്രയോഗം വേണ്ടി വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പോലീസിനെ വിട്ടതെന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് പോലീസിനെ അവർ ആവശ്യപ്പെട്ടില്ല എന്ന്. എങ്ങനെയായാലും പോലീസ് വന്നു, പോലീസുകാർ അനുവാദം ചോദിച്ചാണ് വീട്ടിൽ കയറിയത്. വീട്ടിൽ കയറിയതിന് ശേഷം ഇവൻ ഗ്ലാസ്സൊക്കെ തല്ലിപ്പൊട്ടിക്കുന്ന ഉടനെ പോലീസ് പിൻവാങ്ങി. അതിനുശേഷം അവരാ മുറി പൂട്ടി. അപ്പോൾ ഇവൻ ഒരു കത്തിയെടുത്തുകൊണ്ട് ആ മുറിയുടെ വാതിലിൻ്റെ ചില്ല് തകർക്കുകയോ മറ്റോ ചെയ്തിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴാണ് പോലീസ് കത്തി താഴെ ഇടാൻ പറയുന്നു. ഇവൻ താഴെ ഇടുന്നില്ല. ഉടനെ പോലീസ് വെടിവെച്ചു. 4 വട്ടം വെടിവെച്ചു. അപ്പോൾ ഇവൻ അത്യാസന്ന നിലയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നു. അപ്പം മേയർ മാംദാനി അയാളെ പോയി സന്ദർശിക്കുകയുണ്ടായി. അതിനു പുറമെ അയാൾക്കെതിരെ കേസെടുക്കരുത് എന്ന് ഡിസ്ട്രിക്ട് അറ്റോർണിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം ഇവനെതിരെ കേസെടുക്കുകയല്ല വേണ്ടത്, മാനസിക ചികിത്സയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ ഈ കുടുംബങ്ങളൊന്നും അകപ്പെടുന്നത് ഒഴിവാകണം എന്ന് മാംദാനി പറയും. അതിനായിട്ടുള്ള പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ്, പുതിയൊരു സംവിധാനം ഉണ്ടാവണമെന്ന് പറയുകയും ചെയ്തു. അതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, ഈ പോലീസിനെയൊക്കെ വിളിക്കുമ്പോൾ അവർ ഈ മാനസിക രോഗികളാണെങ്കിൽ അവരിങ്ങനെയൊക്കെ പെരുമാറുകയുള്ളൂ എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരോട് ആജ്ഞാപിക്കുക, നീ കത്തി താഴെ ഇടറ എന്ന് പറഞ്ഞാൽ ഉടനെ അവൻ തലയ്ക്ക് വട്ട് പിടിച്ചവൻ അവൻ ചെയ്യുമോ? അവന് ചിലപ്പോൾ ഒന്നുകൂടെ ആവേശം കൂടുകയായിരിക്കും, ഒന്നുകൂടെ ചാടി വരാനുള്ള താല്പര്യമായിരിക്കും കാണിക്കുക. അതുപോലെ തന്നെ കത്രിക താഴെ ഇടറ എന്ന് പറഞ്ഞാൽ അവൻ താഴെ ഇടണമെന്നില്ല, കാരണം അവൻ്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലീസ് പിന്മാറുകയാണ് ചെയ്യേണ്ടത്. അവരെ കയറി ആക്രമിക്കാനായിട്ട്, അവരുടെ ശൂരത്വം കാണിക്കാനായിട്ടാണോ ശ്രമിക്കേണ്ടത്? എന്തായാലും ഈ 2 സംഭവങ്ങളും ഒരു മനപ്രയാസമായിട്ട് കിടക്കുന്നു.
ഇങ്ങനെ ഈ പോലീസ് ഓഫീസർമാർ നമുക്കറിയാം, ജനറലി അമേരിക്കയിലെ പോലീസൊക്കെ വളരെ നല്ല ആളുകളാണ്, പൊതുവിലുള്ള ആളുകൾ. അവർ മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാനൊന്നും ചെയ്യില്ല എന്ന് നമുക്കറിയാം. നിയമവിരുദ്ധമായിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ കാശോ കൈക്കൂലിയോ ആ പരിപാടികളൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഈ പിന്നെ കോമൺ സെൻസ് കാണിക്കേണ്ട സംഭവങ്ങളിൽ ഇപ്പോൾ ചില സംഭവങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. ഈ ആളുകൾ ചിലർ ഓടിപ്പോയി, എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ച് ഓടിപ്പോയി, അവരെ ചേസ് ചെയ്യും. ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് ലോങ് ഐലൻഡിൽ ഒരു സംഭവം കണ്ടത്. എന്തോ ഒരുത്തിനെ 2-3 പേരുള്ള ഒരു വണ്ടി ഒരു പോലീസ് ഓഫീസർ പിന്തുടരുന്നു. ഇവരെന്തോ കുറ്റകൃത്യം കാണിച്ചിട്ട് ഇവർ സ്ഥലം വിടുകയാണ് ചെയ്യുന്നത്. പോലീസ് പിന്തുടരുന്നു, ഇവർ ചെന്ന് ആ കുളത്തിലേക്ക് വീണു വണ്ടി. ആ കുളത്തിൽ വീണ് ആ 3 പേരും മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പോലീസ് ഓഫീസർ കരയുന്ന ഒരു വീഡിയോ, നിങ്ങൾ ഇറങ്ങിപ്പോരെ, ഇപ്രാവശ്യത്തേക്ക് നിങ്ങൾക്ക് മാപ്പ് തരാം, നിങ്ങളെ ഒന്നും ചെയ്യില്ല, കേസൊന്നും എടുക്കില്ല എന്നൊക്കെ പറയുന്ന ആ വീഡിയോ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ചില കാര്യങ്ങൾ കണ്ടില്ല എന്നും കേട്ടില്ല എന്നും കാരണം നടിക്കേണ്ടതുണ്ട്. പോലീസ് ഇവനെ ചേസ് ചെയ്ത് ഇവന് അപകടം ഉണ്ടാകും, അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകും. അപ്പോൾ അതിനേക്കാളും നല്ലതാണ് അവന് വിട്ടുകളയുക. പിന്നീട് അവനെ കണ്ടെത്താൻ കഴിയുമ്പോൾ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില ബേസിക് കാര്യങ്ങൾ, ഈ കടുംപിടുത്തത്തിൻ്റെ ഒരു ആവശ്യം ഈ പോലീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഖേദകരമാണെന്ന് തോന്നിപ്പോകുന്നു ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മളും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ, ഇപ്പോൾ ബംഗ്ലാദേശി ആയാലും ഇന്ത്യക്കാരനായാലും നമ്മളെല്ലാം ഒരേപോലെയുള്ള ആളുകളാണ്. നമ്മുടെയൊക്കെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന കുട്ടികൾ, ചെറുപ്പക്കാരുണ്ടാവുന്നത്, കൂടുതലായിട്ടുണ്ടാവുന്നത്? ഇപ്പോൾ 2 സംഭവം കാണുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പോലീസിനെ അല്ല വിളിക്കേണ്ടത്, ചികിത്സിക്കാനും അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കുകയാണ് വേണ്ടത്. അപ്പം എന്തായാലും ഇതൊരു കരുതലാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചികിത്സ തീർച്ചയായിട്ടും ഉണ്ടാവണം. ചികിത്സയാണ് പ്രധാനം.